ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു വെജിറ്റേറിയൻ സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ പച്ചക്കറി സമൂസ എങ്ങനെ ആക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൻ്റെ സമൂസ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഫ്രീസറിൽ ഇതിൻ്റെ സമൂസ ഷീറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പച്ചക്കറി സമൂസ ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരു കടായി എടുത്തിട്ട് അതിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ചേർത്തിട്ട് ആദ്യം അതിൻ്റെ ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് സമയം അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഒരു ഉള്ളിയാണ് ഞാനിത് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കളറ് മാറുന്നവരെ മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പച്ചക്കറീസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കളറ് മാറുമ്പം തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി വേവില്ലുണ്ടാകും ഞാൻ ആദ്യം അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത്. ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ക്യാപ്സിക്കം അല്ല, നമ്മൾ ക്യാബേജ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ക്യാബേജ് പൊതുവേ എൻ്റെ വീട്ടിൽ ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം പച്ചക്കറി സമൂസ എന്നെല്ലാം പറയുമ്പോൾ കൂടുതൽ ക്യാബേജും ഉള്ളിയൊക്കെയാണ് കാണുന്നത്, ഗ്രീൻ പീസൊക്കെ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ ഇഷ്ടത്തിന് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റാണ് ഞാൻ വേവിച്ച് വെച്ച് ഒരു സെമി കുക്കായിട്ടുള്ള ഗ്രീൻ പീസും പിന്നെ ബീൻസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 2-3 ചോപ്പ് ചെയ്താൽ നമുക്കൊരു 1/4 കപ്പ് കിട്ടും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാലപ്പൊടികൾ ഇവിടെ ഞാൻ വീഡിയോയിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു ചെറുങ്ങനെ ഒരു ടീസ്പൂൺ 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ സ്പൈസ് വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി സമൂസ എന്നൊക്കെ പറയുമ്പം നമുക്ക് കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. അപ്പോൾ നല്ല എരിവുണ്ടെങ്കിൽ അവർക്കൊരു മടിയുണ്ടാവും. പിന്നെ നോമ്പിൻ്റെ ടൈമാകുമ്പോൾ നമുക്ക് അത്ര സ്പൈസ് വേണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാം ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഏകദേശം ഒന്ന് മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പം ബാക്കിയുള്ള പച്ചക്കറീസ് എല്ലാം ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇളക്കി കൊടുത്തിട്ടാണ് ഈ പച്ചക്കറി റെഡിയാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് മാത്രം ഞാൻ 1/2 കപ്പ് പനീർ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ പനീർ ഇട്ട് കൊടുത്താൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലുകൊണ്ട് നമ്മൾ സ്പാച്ചില കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ പനീർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ പനീറാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നത്. അതൊരു 1/4 കപ്പും കൂടി മാത്രമേ ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുക ചെറിയ തീയിൽ. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, അത് അടിക്ക് പിടിക്കാണ്ട് നോക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ഉപ്പ് അനുസരിച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു പിഞ്ച് ചാട്ട് മസാലയാണ്. ആ ചാട്ട് മസാല കൂടാൻ പാടില്ല, അന്നേരം ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ചെറിയൊരു പിഞ്ച് മാത്രം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിയർ ആക്കിയിട്ട് ഓഫാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സ്ചർ ഒന്ന് തണയാൻ വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം മെയ്ഡ് ഷീറ്റ്സ്, സമൂസ ഷീറ്റാണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഫിൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഷീറ്റൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം ഇതൊരു 1 വീക്കോളം ഉണ്ടായി. എന്നിട്ട് നമ്മൾ ഫില്ലിങ് മെല്ലനെ ആയിട്ട് നമ്മൾ സമൂസ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം മിക്സ്ചർ റെഡി ആയിട്ട് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പച്ചമുളകാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് മാത്രമേ നമ്മൾ ഈ വെജിറ്റബിൾ സമൂസയിൽ കൂട്ടി കൊടുക്കുന്നത്. മസാലപ്പൊടിയെല്ലാം ഞാൻ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ രീതിയിലാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളെ വെജിറ്റബിൾ സമൂസ. ഒരു പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ്, പുതിയ റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും നല്ലോണം നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ നോമ്പിന്. പിന്നെ അധികം ഓയിലും കുടിക്കുന്നില്ല. നമ്മൾ ഈ ഷീറ്റ് വീട്ടിൽ നിന്ന് ആക്കിയത് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യം, നന്ന ഓയിൽ കുടിക്കാത്തൊരു സമൂസ ഷീറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിപ്പം ചൂടായ ഓയിലേക്ക് തന്നെ നല്ല ഫ്ലെയിം ഇല്ല ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിപ്പം ഓൾറെഡി കുക്കായ ഷീറ്റാണല്ലോ. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ കരിയിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ കാണുന്ന രീതിയിൽ മെല്ലെ ഫ്രൈ ചെയ്ത് എടുക്കുക. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ
ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിപ്പം പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പം വേഗം ഡാർക്ക് ആകാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സമൂസയും ക്രിസ്പിയാണ്, കഴിക്കാനും എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചട്നി കൊണ്ടോ അല്ല കെച്ചപ്പ് കൊണ്ടോ നിങ്ങൾക്ക് കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളകിൻ്റെ സ്പൈസ് മാത്രമേ കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സമൂസയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ ഇത് കണ്ടാൽ പറയുമല്ലോ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിലായിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഈ ഇഫ്താറിന് നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ ഇത് ആയിട്ടുണ്ട്.